എടാ നമ്മൾ 10-25 വർഷമായല്ലോ ആശാന്റെ കീഴിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. വല്ല കുസ്തിയും നമ്മളെ പഠിപ്പിച്ച ഇല്ല. ഉണ്ടായത് ആ നാണന്തല്ല് മാത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കൊള്ളാൻ മാത്രമേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളൂ, അടിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ആശാനിന്റെ പേടിച്ച് ഓടിയത്. അല്ല, നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കണത്? ഞങ്ങൾ അടവ് പ്രാക്ടീസ് ചെയ്തിരിക്കുമല്ലേ. അടവ് പ്രാക്ടീസ് ചെയ്യാണല്ലേ? പേടിപ്പിച്ചിട്ടാണോ അടവ് പ്രാക്ടീസ് ചെയ്യുന്നത്? പിന്നെ എങ്ങനെയുണ്ട്? മക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ? എന്റെ ഇടവും വലവും എപ്പോഴും കാണണം കേട്ടോ, എനിക്കൊരു ധൈര്യമായിട്ട്. പിന്നെ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടനോട് വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ആര്? ഒരു ചേട്ടൻ ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു പറഞ്ഞ് ആശാനെ ഇന്റർവ്യൂ ചെയ്യാൻ വരുമെന്ന്. എന്റെ ദൈവം, അവനെല്ലാം വന്ന് ചെയ്തിട്ട് പോയി. നിങ്ങൾ നോക്കി നിൽക്കരുത്, നിങ്ങൾക്ക് ഒക്കും പോലെയൊക്കെ നിങ്ങൾ അങ്ങ് ചെയ്യണം കേട്ടോ. അല്ല, പറഞ്ഞു തീർന്നില്ല, ആ ഇന്റർവ്യൂക്കാരൻ വരുന്നുണ്ട്. എന്നെ കൊടുക്കല്ലേടാ അവനെ, എന്നെ കൊടുക്കല്ലേ. അത് നമസ്കാരം. അറിയാം, എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടനല്ല 3 വർഷം അടുപ്പിച്ച് മിസ്റ്റർ കഞ്ഞിക്കുഴിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭീമസോമൻ ചേട്ടൻ. അതിനെന്താ തനിക്കൊരു സംശയം പോലെ? ധൈര്യമായിട്ട് പറയടോ ഭീമസോമൻ എന്ന്. അപ്പൊ ഈ ഭീമസേനൻ ചേട്ടൻ്റെ ആരായിട്ട് വരും? ഭീമസേന ആരാട്ടോ വരട്ടെ, തക്കാലം നീ എന്തിനാ വന്നെന്ന് പറ. ഞാൻ ഇന്റർവ്യൂവിന് വന്നതല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ചേട്ടന്റെ സ്നാപ്പ് ഒന്ന് എടുക്കണം. ആശാന് സ്നാപ്പ് എടുക്കാൻ വന്നല്ലേ, ചവിട്ടി കീറിക്കളെ ഞങ്ങൾ. ഫോട്ടോ എടുക്കാം, ഫോട്ടോ പിടിക്കാം. അപ്പൊ ചേട്ടന്റെ ഓരോ ആക്ഷൻസ് ഒന്ന് കാണിച്ചു തരണം. ആദ്യം ഏത് ആശാൻ കാണിക്കണ്ടേ? ആദ്യം ഏത് ആക്ഷൻ ആശാൻ ചെയ്യും? ഞാൻ കാണിക്കാം. ഇത് നടന്റെ ആക്ഷനാണ്. ഓ, സിനിമാ നടന്മാരുടെ ആക്ഷനാണ് സാർ. റിയാലിറ്റി ഷോയ്ക്ക് പറ്റിയ സംഭവം. വേറൊരു സിനിമ നടന്റെ സുരേഷ് ഗോപി ആയിക്കോട്ടെ. സുരേഷ് ഗോപി ഇനിയുണ്ട് ഒരെണ്ണം കൂടെ. മമ്മൂട്ടി. അതെ, മമ്മൂട്ടി പോരട്ടെ. മതിയാ. അടിപൊളി. ആശാൻ, എനിക്കൊരാഗ്രഹം കൂടി. അങ്ങനെയാണ് നമ്മുടെ സിനിമയുടെ ദിലീപ് ഉണ്ടല്ലോ, ആ ദിലീപിന്റെ ആക്ഷൻ കൂടി ഒന്ന് കാണിക്കണം. അയ്യോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മോനെ. ഒന്ന് കാണിച്ചു തരാതായാലും. അത് കറക്റ്റ് ആക്ഷൻ ആയിരിക്കും, നമുക്ക് പേപ്പറിൽ കൊടുക്കാൻ പറ്റും, ടിവിയിൽ വരാൻ പറ്റിയ ആക്ഷൻ തന്നെ വരുമല്ലോ. അപ്പൊ ശിഷ്യന്മാർ താമസിക്കേണ്ട, കഴിവിന്റെ പരമാവധി എണ്ണയിട്ട് തടവിക്കോളൂ. കിട്ടി, ഇത് മതി, ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പൊ ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടം നിൽക്കുന്ന 2 പേരാരൊക്കെയാണ്? ഇതാണ് എന്റെ ശിഷ്യന്മാര്. എന്റെ ഇടവും വലവും യമാരും എപ്പോഴും കാണും, ജമ്പനും തുമ്പനും. എന്താ ഇവരുടെ ജോലി? ഇവരുടെ ജോലി എന്ന് വെച്ചാൽ വെറുതെ ഒരു ജോലിയും ഇല്ല. പിന്നെ ഇവർ എല്ലുമുറിയെ പണിയെടുക്കും. അതുകൊണ്ട് ഞാൻ പല്ലുമുറിയെ തിന്നു പോകുന്നു. അപ്പൊ ഈ ഒഴിവ് ദിവസങ്ങളിൽ ഇവരെന്ത് ചെയ്യും? ഇവർ പെയിന്റ് അടിക്കാൻ പോകും. ചേട്ടനാ? ഞാൻ പെയിന്റ് അടിക്കാൻ പോകും. ചേട്ടാ, ഇങ്ങനെ അടുത്തൊരു വാർത്ത ആയിരുന്നു, ചേട്ടനൊരു കൊലപാതകം ചെയ്തായിട്ടറിഞ്ഞല്ലോ, എന്താണത്? അത് ഇന്നലെ തുടങ്ങിയതല്ല. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തോന്നുന്നു, ഉച്ചയ്ക്ക് 2 മണി. അന്നാണ് എന്റെ 36ാമത്തെ കൊലപാതകം രംഗത്തരങ്ങേറുന്നത്. അന്ന് ഞാൻ കൊട്ടേഷൻ ഇവരാണ് ഏൽപ്പിച്ചത്. അതൊന്ന് വിശദീകരിക്കാം. വിശദീകരിക്കാനൊന്നുമില്ല. ഏകദേശം ഒരു രാത്രി 12:30 കൂടിയാണ് അവനെ ഞാൻ ആദ്യമായി കണ്ടുമുട്ടുന്നത്. എപ്പോൾ കണ്ടാലും എന്നെ കാണുമ്പം അവനെന്തൊരു മുറുമുറുപ്പാണ്, എന്നെ കാണുമ്പോൾ ഒരു ദേഷ്യമാണ്, ഒരു വല്ലാത്തൊരു നോട്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ പയ്യന്മാർക്കൊന്ന് കൊട്ടേഷൻ കൊടുത്തു. കൃത്യം 6 മണിക്ക് അവൻ വരാറുള്ള കുട്ടിക്കാറ്റിൽ യവന്മാർ 2 ഒളിച്ചിരുന്നു. എൻ്റെ കുട്ടികളാണ്, പ്രത്യേകം ഓർമ്മിപ്പിക്കണം, അവർക്ക് എല്ലാ ബുദ്ധിയും അറിയാം. അങ്ങനെ ഒളിച്ചിരുന്നിട്ട് യവൻ പതുക്കെ വന്നപ്പോൾ ഇവർ അവൻ്റെ മുകളിൽ ചാടി വീണു. യവൻ ഓടി മരത്തിൽ കയറി. യവന്മാര് വെറുതെ ഇരിക്കുവോ? ഇല്ല. യവന്മാരും ഓടി മരത്തിൽ കയറി. അവൻ മരത്തിൽ നിന്ന് താഴെ ചാടി. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവരും വെറുതെ ഇരിക്കുവോ? അവന്മാരും കൂടെ ചാടി. ഇന്നാണ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. 650 പൈസയായി ആശുപത്രിയിൽ ബില്ല്. പിന്നെ അവന്മാർ തട്ടി മെനഞ്ഞാതെന്ന് അവനെ ക്ലോസ് ആയി കളഞ്ഞു. ചേട്ടത് ആരെയാണ് ഇവർ തട്ടിക്കളഞ്ഞത്? ജാക്കി. ഓ, സാഗരേലിയസ് ജാക്കി. സാഗരേലിയസ് ജാക്കി ഒന്നുമല്ല, അപ്പൊ രാഘവൻ ചേട്ടന്റെ പൂച്ച ജാക്കി. പൂച്ചനെ കൊന്ന കാര്യമാണ് ഈ പറയണത്. പൂച്ചയാണെങ്കിലും അവനൊരു ഭയങ്കരനായിരുന്നു, അതാണ് വിഷയം. ചേട്ടാ, ഈ ബോഡി ഷോ ചേട്ടൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. വീക്ക്നെസ് എന്നല്ല, അതെന്റെ തൊഴിലാണ്, അതിന്റെ പ്രൊഫഷനിലാണ്. ബോഡി ഇല്ലാത്ത ഏതൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? എന്റെ നിലനിൽപ്പ് തന്നെ ബോഡിയിലാണ്. ചേട്ടന്റെ ഈ ബോഡിയിൽ എന്ത് ഷോ കാണിക്കാനാണ്? ഈ ബോഡിയിൽ ഞാൻ പലതരത്തിൽ ബോഡി ഷോ കാണിക്കാറുണ്ട്. ജസ്റ്റ് നിങ്ങളൊരു ബോഡി ഷോ കാണാൻ പോകുമ്പോൾ നിങ്ങളൊരു സാധനം തന്റെ ഈ സാധനം ഇതിന്റെ ഇപ്പം ഇതിനെ നമ്മൾ തോൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇതിൽ ഷോൾഡർ എന്ന് പറയും. ഷോൾഡർ
പറയുമല്ലോ. ഇത് ആർക്ക് മനസ്സിലാവും? നിന്നെ പോലുള്ള വിദ്യാഭ്യാസം ഉള്ളവർക്ക് മനസ്സിലാവും. സാധാരണ മലയാളം പഠിച്ചവർക്ക് ഷോൾഡർ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവത്തില്ല. അവർക്ക് അറിയേണ്ടത് തോള് എന്നേ മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അവർക്കും കൂടെ മനസ്സിലാവത്തക്ക രീതിയിൽ ഞാൻ മലയാളവും കൂടെ കയറ്റി ഇംഗ്ലീഷിന്റെ അംശം കൂടെ ചേർത്ത് തോൾസാക്കി. തോൾസ് എന്ന് പറയുന്നതിന് തോൾസാക്കി. അപ്പൊ കൈക്ക് എന്ത് പറയും? കൈസ്. കാലിന്, കാൽസ്. കണ്ണിന്, കൺസ്. മൂക്കിന്, മൂക്സ്. അത് ശരി. ഇത്രയുള്ള പരിപാടി. അങ്ങനെ ഇത്ര ഇൻസുകൾ കൂട്ടിച്ചേർത്താൽ ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അവസാനം ഞാനിപ്പോൾ വെറൈറ്റി ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താണ് നമ്മുടെ പ്രഷർ കൊണ്ട് കാണിക്കാം? അതെന്ന് വെച്ചാൽ ഞരമ്പുകളെ കൊണ്ടൊരു പണിയാണ്. ഓ, ഞരമ്പുകൾ വെച്ചുള്ള പ്രകടനമാണ് കാണിക്കാൻ പോകുന്നത്. ഞരംസ്. നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ മതിയെ ഞാൻ തുടങ്ങുകയാണ്. ഞരംസ് അതിസാഹസ്യമായിട്ടുള്ള എൻ്റെ കലാപ്രകടനമാണ്. അടിപൊളി അടിപൊളി. കണ്ട ഗിത്താറിന്റെ കമ്പി പോലെ ഇരിക്കുന്നു. പിടച്ചവന്റെ വരവുള്ള അടിപൊളി. ഞരമ്പെല്ലാം പൊങ്ങിയിട്ടുണ്ട്. 16,8 ഞരമ്പും പൊങ്ങിയിട്ടുണ്ട്. മതി ഉള്ളാൻ ചേട്ടാ. അടിപൊളി. വിട്ടോ മസിൽ വിട്ടോ ചേട്ടാ. ചേട്ടോ ചേട്ടാ 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 സീരിയസ് ആയിട്ട് എടുക്കണം. ഇതൊരു ഇന്റർവ്യൂ ആണ്. എന്ത് കുരുങ്ങി? ഇതാ പറയണത് വയ്യാത്ത പട്ടി കയ്യാല കയറാൻ പോകരുത്.